Hi students, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ട്രിഗണോമെട്രി ഇത് +1 ടോപ്പിക് ആണ്. +2 കുട്ടികൾക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ മാത്രമാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. +1 കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ട്രിഗണോമെട്രിയുടെ വീഡിയോ വേറെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ട്രിഗണോമെട്രിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ്. ഇതിൽ നമുക്കറിയാം ട്രിഗണോമെട്രിയിൽ ഒരുപാട് ഫോർമുല പഠിക്കാനുണ്ട്. അതിൻ്റെ ചെറിയ ടെക്നിക്കുകൾ എങ്ങനെ അത് ഓർത്തു വെക്കുക എന്നുള്ളത്. ദെൻ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിസ്കഷൻ ഒക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും വീഡിയോ നന്നായി കാണുക, പ്രോബ്ലം ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ദി ടോപ്പിക്. ഇവിടെ ഡൗട്ട് ക്ലിയറിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യും. ഓക്കെ, ആദ്യം നമ്മൾ ട്രിഗണോമെട്രിയിൽ റേഡിയനും ഡിഗ്രി മെഷറിനെ കുറിച്ചാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്കൊരു റിവിഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. 1 റേഡിയൻ ഈസ് 180 by pi degrees and 1 degree is pi by 180 റേഡിയൻസ്. ഇവിടെ നമ്മൾ റേഡിയൻ ടു ഡിഗ്രി, ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ ആണ് ഉദ്ദേശിക്കുന്ന. ഒരു പ്രോബ്ലം നമുക്ക് ചോദിക്കാറുണ്ട് എക്സാമിന്, ലൈക്ക് ദിസ്: കൺവേർട്ട് ഇൻ ടു റേഡിയൻസ്, കൺവേർട്ട് ഇൻ ടു ഡിഗ്രീസ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ്. ഫോർ എക്സാമ്പിൾ, രണ്ട് എക്സാമ്പിൾ 135 ഡിഗ്രി ആൻഡ് 300 ഡിഗ്രി. 135 ഡിഗ്രി എങ്ങനെയാണ് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 180 റേഡിയൻ ആണ്. സോ 135 ഡിഗ്രി 135 ഇൻറ്റു പൈ ബൈ 180, ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുന്നു 3 പൈ ബൈ 4 റേഡിയൻ. അതുപോലെ 300 ഡിഗ്രി 300 ഇൻറ്റു പൈ ബൈ 180, ദാറ്റ് ഈസ് 5 പൈ ബൈ 3 റേഡിയൻ. ഇങ്ങനെയാണ് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഡിഗ്രി നോക്കാം. ഫോർ എക്സാമ്പിൾ 7 പൈ ബൈ 3 എന്ത് ചെയ്യാം? 1 റേഡിയൻ ഈസ് 180 ബൈ പൈ ഡിഗ്രിയാണ്. സോ 7 പൈ ബൈ 3 റേഡിയൻ ഈസ് 7 പൈ ബൈ 3 ഇൻറ്റു 180 ബൈ പൈ, ദാറ്റ് ഈസ് 420 ഡിഗ്രി. ഓക്കെ, അതുപോലെ പൈ ബൈ 10 റേഡിയൻ എന്താണ്? സോ പൈ ബൈ 10 ഇൻറ്റു 180 ബൈ പൈ, ദാറ്റ് ഈസ് 18 ഡിഗ്രി. ഇങ്ങനെയാണ് റേഡിയൻ ടു ഡിഗ്രി, ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ മനസ്സിലാക്കുക. നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്, എല്ലാ വർഷവും ഒരു 1 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തതിലോട്ട് സി. ഇവിടെ എക്സ് ആക്സിസ് ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് സ്റ്റാർട്ട് ഫ്രം 0 to 90, സെക്കൻഡ് ക്വാഡ്രന്റ് 90 to 180, തേർഡ് ക്വാഡ്രന്റ് 180 to 270, ഫോർത്ത് ക്വാഡ്രന്റ് 270 to 360. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്, റിസൾട്ടാണ്, ഓർത്തിരിക്കാം. നിങ്ങൾക്കൊക്കെ അറിയാം. 0 to 90 ഡിഗ്രിയിൽ all trigonometry functions are positive and 90 to 180, that is in second quadrant, sin is positive. സൈൻ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ കോസും ടാനും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, കൊസീക്ക് പോസിറ്റീവ് ആയിരിക്കും, സീക്കും കോട്ടും നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഇൻ തേർഡ് ക്വാഡ്രന്റ്, ദാറ്റ് ഈസ് 180 to 270, എന്താണ്? ടാൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ബാക്കി സൈനും കോസും നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഫോർത്ത് ക്വാഡ്രന്റ്, ദാറ്റ് ഈസ് 270 to 360, ഇറ്റ് ഈസ് കോസ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ സൈനും ടാനും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാം യൂസിങ് ASTC എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം മുമ്പ് ചോദിച്ചത് നോക്കിക്കോളൂ. ഇഫ് സൈൻ എക്സ് ഈക്വൽ ടു -3/5, then x lies in third quadrant. Find the values of other trigonometric ratios. അപ്പം തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണല്ലോ, ഇല്ലേ? ഓക്കെ, എങ്ങനെയാണ് ബാക്കിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്? രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം നമുക്ക്. ഒന്ന് നോക്കിക്കോളൂ. സൈൻ എക്സ് ആണ് തന്നിരിക്കുന്നത്. സൈൻ ഉൾപ്പെടുന്ന പൈതഗോറിയൻ റിലേഷൻ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1, ഇല്ലേ? അവിടെ സൈൻ തന്നുകൊണ്ട് കോസ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് കോസ് സ്ക്വയർ എക്സ്? ഇറ്റ് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു, -3/5 സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുന്നു, ഇറ്റ് ഈസ് 16/25. ഓക്കെ, കോസ് സ്ക്വയർ എക്സ് ഈസ് 16/25. ദെൻ വാട്ട് ഈസ് കോസ് എക്സ്? ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 4/5 ആണ്. കറക്റ്റ് അല്ലേ? സി, എക്സ് തേർഡ് ക്വാഡ്രന്റ് ആണുള്ളത്, തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ നിന്നാണ് ടാൻ ആണ് പോസിറ്റീവ്, സൈനും കോസൊക്കെ നെഗറ്റീവ് ആണ്. അപ്പം കോസ് എക്സിന്റെ നെഗറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. സോ എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്, കോസ് എക്സ് ഈസ് -4/5. അപ്പോൾ സൈൻ എക്സ് ഓക്കെ, ടാൻ എക്സ് ഓക്കെ, കോസ് എക്സ് ഓക്കെ. ദെൻ വാട്ട് ഈസ് ടാൻ എക്സ്? ദ ടാൻ എക്സ് ഈസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്, which is -3/5 by -4/5, it is 3/4.
4 എന്ന് പറയാം അല്ലേ. ടാൻ പോസിറ്റീവ് ആണ് തേർഡ് ക്വാഡ്രന്റ്. സൈനും കോസും ടാനും ആയി. ദെൻ കൊസീക്, സൈൻ ഇതാണ് റെസിപ്രോക്കൽ -5/3. വാട്ട് ഈസ് സീക്ക്? കോസിൻ്റെ റെസിപ്രോക്കൽ -5/4. വാട്ട് ഈസ് കോട്ട്? ടാൻ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 4/3. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതല്ലാതെ ഒരു മെത്തേഡ് കൂടി കണ്ടോളൂ, വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. തേർഡ് ക്വാഡ്രന്റിലാണെന്ന് ഓർമ്മ പോണേ, ലൈക്ക് ദിസ്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ ആ ട്രയാങ്കിൾ എങ്ങനെ വരുന്നു നോക്കാം നമുക്ക്. സി, ദെൻ സൈൻ എക്സ് തേർഡ് ക്വാഡ്രന്റിലാണ്, ഇത് ഇവിടെയാണ്, എഫക്റ്റീവ് ആംഗിൾ ഇവിടെയാണ് വരുന്നത്. സോ സൈൻ എക്സ് ഈസ് -3/5 മീൻസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് -3 നമുക്ക് ഇവിടെ കൊടുക്കാം. ദിസ് ഇസ് 5 അല്ലേ. തേർഡ് ക്വാഡ്രന്റ് ആണ്, എക്സ് വാല്യൂ വൈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ വാട്ട് വിൽ ബി ദിസ് സൈഡ്? ഈ സൈഡ് യൂസിങ് √5² -3² വിച്ച് ഇസ് യു ക്യാൻ ടേക്ക് -4 ബിക്കോസ് എ നെഗറ്റീവ് എക്സ് ആക്സ് ആണ് ഇല്ലേ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ വാല്യൂം പെട്ടെന്ന് പറയാം. എന്താണ് സൈൻ എക്സ്? -3/5. എന്താണ് കോസ് എക്സ്? -4/5. എന്താണ് ടാൻ എക്സ്? -3/-4, ദാറ്റ് ഈസ് 3/4. കറക്റ്റ് അല്ലേ? ദെൻ സൈൻ എക്സ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് കോസീക് എക്സ്? -5/3. വാട്ട് ഈസ് സീക് എക്സ്? റെസിപ്രോക്കൽ -5/4. വാട്ട് ഈസ് കോട്ട് എക്സ്? 4/3. ഇങ്ങനെയും ഈസി ആയിട്ട് ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, മുമ്പ് ചോദിച്ചാണ്, ശ്രദ്ധിക്കാം. അടുത്തലോട്ട് പോകും. റിഡക്ഷൻ ഫോർമുല. സോ ദർ ആർ 54 റിഡക്ഷൻ ഫോർമുല. ഓർത്തിരിക്കുക. ദെൻ അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ അലൈഡ് ആംഗിൾസ് ഏതൊക്കെ ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലാക്കുക. ലിസൺ, ASTC ടെക്നിക്ക് നമുക്കറിയാം. ഓക്കെ, ദെൻ വാട്ട്സ് നെക്സ്റ്റ്? ഇവിടെ സെ തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആംഗിളാണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ക്വാഡ്രന്റ് മീൻസ് 0 to 90 ഉള്ള ഒരു ആംഗിളാണ് തീറ്റ. ഓക്കെ, ദെൻ 90 - തീറ്റ എവിടെ ആയിരിക്കും? അതും ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ ആയിരിക്കും. 90 + തീറ്റ ക്യാൻ ബി ടേക്കൻ ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. 180 - തീറ്റ അതും സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. 180 + തീറ്റ തേർഡ് ക്വാഡ്രന്റ് ആണ്. ആൻഡ് 270 - തീറ്റ അത് തേർഡ് ക്വാഡ്രന്റ് ആണ്. ആൻഡ് 270 + തീറ്റ അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ആൻഡ് 360 - തീറ്റ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. വാട്ട് അബൌട്ട് 360 + തീറ്റ? അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ഈ ഫോർമുല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അലൈഡ് ആംഗിൾസിനെ മുഴുവൻ, ഈ പറയുന്ന അലൈഡ് ആംഗിൾസിനെ മുഴുവൻ രണ്ട് ഗ്രൂപ്പ് ആക്കുന്നു. സി ലൈക്ക് ദിസ്. ഓക്കെ, ഒന്നിതാണ്, ഒരു ഗ്രൂപ്പ് ഇതാണ്. ഇത് 90 ± തീറ്റ, 270 ± തീറ്റ. പ്രത്യേകതയുണ്ട്, ഇത് 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണ്. ദെൻ ഒരു ഗ്രൂപ്പ് കൂടി, ദെൻ -തീറ്റ, 180 ± തീറ്റ, 360 ± തീറ്റ. ഇത് -തീറ്റ മീൻസ് 0 - തീറ്റ. അപ്പോൾ 0, 180, 360 90യുടെ ഈവൺ മൾട്ടിപ്പിൾ എന്ന് വേണം പറയാം. നമുക്ക് ഇങ്ങനെ രണ്ട് ഗ്രൂപ്പാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് 90 ± തീറ്റ ആൻഡ് 270 ± തീറ്റ, സൈൻ ബിക്കം കോസ്, കോസ് ബിക്കം സൈൻ, ദെൻ ടാൻ ബിക്കം കോട്ട് എന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഇൻ ദ കേസ് ഓഫ് -തീറ്റ, 180 ± തീറ്റ, 360 ± തീറ്റ, സൈൻ ബിക്കം സൈൻ ഇറ്റ്സെൽഫ്, കോസ് ബിക്കം കോസ്, ടാൻ ബിക്കം ടാൻ. ഇത്രയും കാര്യം ഓർത്തിരുന്ന റിഡക്ഷൻ ഫോർമുല നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെക്കൻഡ് ഇയറിൽ ഒരുപാട് ഉപയോഗമുള്ളതാണ്. ശ്രദ്ധിക്കും. വേണം ഒരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യുന്നു വട്ടം നോക്കാം. സൈൻ 270 - തീറ്റ എന്തായിരിക്കും? 270 - തീറ്റ ഇസ് ഇൻ വിച്ച് ക്വാഡ്രന്റ്? 270 - തീറ്റ ദാറ്റ് ഇസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് ടാൻ ആണ് പോസിറ്റീവ്, സൈൻ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് വരിക. സി, ഇനി ഇവിടത്തേക്ക് പോവാം. 270 ± തീറ്റ കേസ് സൈൻ ബിക്കം കോസ് ആണ് അല്ലേ. സൈൻ ബിക്കം കോസ് ആണ്. അപ്പോൾ ഇത് മൈനസ് ആണ്, മൈനസ് കോസ് തീറ്റയാണ് വരിക. ഓക്കെ അല്ലേ. ദെൻ വൺ മോർ. വാട്ട് ഈസ് സീക്ക് -തീറ്റ? -തീറ്റ ഏത് ക്വാഡ്രന്റാ? -തീറ്റ ഫോർത്ത് ക്വാഡ്രന്റാ അല്ലേ. ഫോർത്ത് ക്വാഡ്രന്റിൽ ഏതാ പോസിറ്റീവ്? കോസ്. കോസ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ സീക്കും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സീക്ക് -തീറ്റ പോസിറ്റീവ് ആണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് -തീറ്റ, സൈൻ ബിക്കം സൈൻ, കോസ് ബിക്കം കോസ്. അപ്പോൾ സീക്ക് ബിക്കം സീക്ക് തന്നെയാണ്. സോ സീക്ക് -തീറ്റ, സീക്ക് തീറ്റ. ഇങ്ങനെ റിഡക്ഷൻ ഫോർമുല മുഴുവൻ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കും. ഓക്കെ, അത് നന്നായി പഠിക്കുക. ഇനി അതിൻ്റെ പ്രോബ്ലത്തിലോട്ട്. ടാൻ 180 - തീറ്റ എന്താണ്? ടാൻ 180 - തീറ്റ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കൂ. 180 - തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റ്, സൈൻ പോസിറ്റീവ്, ടാൻ നെഗറ്റീവ്, നെഗറ്റീവ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് 180 ± തീറ്റ, സൈൻ ബിക്കം സൈൻ, കോസ് ബിക്കം കോസ്, ടാൻ ബിക്കം ടാൻ ഇറ്റ്സെൽഫ്. അപ്പോൾ മൈനസ് ടാൻ തീറ്റ. ഓക്കെ അല്ലേ. ദാറ്റ് ഇസ് റിഡക്ഷൻ ഫോർമുല. ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന 1-2 ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. ദെൻ സൈൻ 765
765 degree can be taken as sine 2 times 360 plus 45. Correct alle? 2 times 360 enal 2 rotation plus 45, that is in first quadrant. Sine is positive, which is sine 45, that is 1 by root 2. And one more, ഈ ആംഗിൾ റേഡിയനിൽ ചോദിക്കാം. സൈൻ 31 പൈ ബൈ 3 എന്താണ് 31 പൈ ബൈ 3 എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3ന്റെ മൾട്ടിപ്പിൾ വിച്ച് ഈസ് വെരി നിയർ ടു 31 ഏതാ? 31ന്റെ ഏറ്റവും അടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 30 തന്നെയാണ്. സോ ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് സൈൻ 30 പൈ പ്ലസ് പൈ ബൈ 3. ഇതാ ഇങ്ങനെ 30 പൈ പ്ലസ് പൈ ബൈ 3 എന്ന് എഴുതാം. ആൻഡ് 30 പൈ ബൈ 3 എന്ന് പറയുമ്പോൾ 10 പൈ പ്ലസ് പൈ ബൈ 3. കറക്റ്റ് അല്ലേ? ഇത് ഏത് ക്വാഡ്രന്റാ? 10 പൈ. 10 പൈ മീൻസ് 1 പൈ 2 പൈ 3 പൈ 4 പൈ ദെൻ 10 പൈ വരുന്നത് പ്ലസ് പൈ ബൈ 3 എന്നാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെയാണ്. സോ സൈൻ ഈസ് പോസിറ്റീവ് വിച്ച് ഇസ് സെയിം ആസ് സൈൻ പൈ ബൈ 3, ദാറ്റ് ഈസ് റൂട്ട് 3 ബൈ 2 എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇത്തരം പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കുക. 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അടുത്ത ഒരു ഫോർമുലയിലേക്ക് ഓർക്കുന്നുണ്ടാവും. ഈ ഫോർമുലയ്ക്ക് എ പ്ലസ് ഓർ മൈനസ് ബി ഫോർമുല, ഇതൊക്കെ നന്നായി പഠിക്കുക. എന്താണ്? സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അല്ലേ? രണ്ട് കോസ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി, കോസ് എ മൈനസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ആൻഡ് tan a plus b is tan a plus tan b by 1 minus tan a tan b, and tan a minus b is tan a minus tan b divided by 1 plus tan a tan b എന്ന് ഓർത്തിരിക്കുക. ഫോർമുലയൊക്കെ നന്നായി പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ ഫോർമുല ഉണ്ട്, അത് നന്നായി ഓർത്തിരിക്കുക. എന്താണ് ട്രാൻസ്ഫോർമേഷൻ ഫോർമുല? സം ആൻഡ് പ്രോഡക്റ്റ് ഫോർമുല. സി സം ഫോർമുല 2 sin a cos b equal to sin a plus b plus sin a minus b, 2 cos a sin b equal to sin a plus b minus sin a minus b, ഇവിടെ ഒരു ബ്രാക്കറ്റ് വേണം. 2 cos a cos b equal to cos a plus b plus cos a minus b, 2 sin a sin b equal to cos a minus b minus cos a plus b. അവിടെ ശ്രദ്ധിക്കണം, നേരെ റിവേഴ്സ് ആണോ. ഓക്കെ, അതുപോലെ പ്രൊഡക്റ്റ് ഫോർമുല sin c plus sin d equal to 2 sin c plus d by 2 cos c minus d by 2, sin c minus sin d equal to 2 cos c plus d by 2 sin c minus d by 2, cos c plus cos d is 2 cos c plus d by 2 cos c minus d by 2, and cos c minus cos d is minus 2 sin c plus d by 2 sin c minus d by 2. ഈ രണ്ട് ഫോർമുല ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക് നമുക്ക് അറിയാവുന്നതാണ്, മുമ്പ് പഠിച്ചതാണ്. എന്തായിരുന്നു? സി എസ് പ്ലസ് എസ് ഈക്വൽ ടു 2sc. എന്താണത്? ഇത്രേ ഉള്ളൂ. സൈൻ സി പ്ലസ് സൈൻ ഡി ഈക്വൽ ടു 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ കോസ് സി മൈനസ് ഡി ബൈ 2 ഇല്ലേ? നേരെ തിരിച്ചും പറയാം. ഇത് ഇവിടെ നോക്കിക്കോളൂ. എന്താണ് 2 സൈൻ എ കോസ് ബി, 2 sin a cos b, ഇതാണ് 2 sin a cos b. എന്താ വരിക? sin a plus b plus sin a minus b. ഈ 8 ഫോമിലും ഈ ഒരു സിമ്പിൾ നിന്ന് കിട്ടും. ഓക്കെ, പഠിക്കാം നന്നായിട്ട്. യെസ്, അടുത്ത് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല ഉണ്ട്. 2 തീറ്റ 3 തീറ്റ എക്സെട്ര. ആ ഫോർമുല നന്നായിട്ട് പഠിക്കുക. റിസൾട്ട് 1 sin 2 തീറ്റ 2 sin തീറ്റ കോസ് തീറ്റ ആൻഡ് 2 tan തീറ്റ ബൈ പ്ലസ് ബൈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ. Cos 2 theta is cos square theta minus sin square theta, and 2 cos square theta minus 1, 1 minus 2 sin square theta, 1 minus tan square theta by 1 plus tan square theta, tan 2 theta is 2 tan theta by 1 minus tan square theta. അതിൽ cos 2 തീറ്റയ്ക്ക് 4 ഫോർമുലാസ് ഉണ്ട്, നന്നായി ഓർത്തിരിക്കുക, നമുക്ക് ആവശ്യം വരും. ആൻഡ് ദ റിസൾട്ട് സെറ്റ് 2. sin 3 theta is 3 sin theta minus 4 sin cube theta, cos 3 theta is 4 cos cube theta minus 3 cos theta, tan 3 theta is 3 tan theta minus tan cube theta by 1 minus 3 tan square theta. ഇതാണ് റിസൾട്ട് 2 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത റിസൾട്ട് 3. നമ്മുടെ റിസൾട്ട് 1 എന്നുള്ള രണ്ട് റിസൾട്ടിൻ്റെ നമുക്ക് എപ്പോഴും ഉപയോഗമുള്ള രണ്ട് റിസൾട്ടാണ്. ഒന്ന് 1 മൈനസ് കോസ് 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ, 1 പ്ലസ് കോസ് 2 തീറ്റ ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഫോർമുലയൊക്കെ നന്നായി പഠിക്കുക. അടുത്തത് സി എ പ്രോബ്ലം. നമ്മൾ ഇതുവരെ പഠിച്ച ആ ഫോർമുല മുഴുവൻ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. ഷോ ദാറ്റ് സൈൻ 40 പ്ലസ് എക്സ് ഇൻറ്റു കോസ് 10 മൈനസ് എക്സ് മൈനസ് കോസ് 40 പ്ലസ് എക്സ് ഇൻറ്റു സൈൻ 10 പ്ലസ് എക്സ് ഈക്വൽ ടു 1/2 ലൈക്ക് ദിസ്.
എന്താണ് ഇത്, എങ്ങനെയാണ് ചെയ്യുക? സി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കോളൂ. എന്താ പറയുക, ഇത് ഏതാ ഫോം? ദിസ് ഈസ് ഓഫ് ദി ഫോം സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഈ ഫോമിലല്ലേ ഉള്ളത്? എന്താണ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി? വിച്ച് ഈസ് സൈൻ എ മൈനസ് ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 40 പ്ലസ് എക്സ് മൈനസ് 10 പ്ലസ് എക്സ്. അപ്പം എന്താ വരിക? എക്സ് ക്യാൻസൽ, സൈൻ 40 മൈനസ് 10 ദാറ്റ് ഈസ് സൈൻ 30, ദാറ്റ് ഈസ് 1/2 ഇസ് പ്രൂവ്ഡ്. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, അടുത്തത്, ഇഫ് സൈൻ എക്സ് ഈക്വൽ ടു 12/13 ആൻഡ് എക്സ് ഈസ് എൻ അക്യൂട്ട് ആംഗിൾ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ടു എക്സ്. സൈൻ എക്സ് 12/13 ആണെങ്കിൽ കോസ് ടു എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് പറയണം. എന്ത് ചെയ്യാം? നമുക്ക് കോസ് ടു എക്സിൻ്റെ ഫോർമുല തന്നെ ഉപയോഗിക്കാം. എന്താണ് കോസ് ടു എക്സിൻ്റെ സൈനിലുള്ള ഫോർമുല? പഠിച്ചിട്ടുണ്ട്. എന്താണ് കോസ് ടു തീറ്റ? വിച്ച് ഈസ് 1 മൈനസ് സൈൻ എക്സ് തന്നിട്ടുണ്ട് അല്ലേ? കോസ് ടു തീറ്റ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? സോ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. സൈൻ എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് മൈനസ് 119 ഡിവൈഡഡ് ബൈ 169 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത പ്രോബ്ലം. സോ വിത്തൗട്ട് യൂസിങ് എ ട്രയാങ്കിൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin x plus cos x by sin x minus cos x if tan x equal to 3/4. tan x-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എൻ ഈസി പ്രോബ്ലം. എന്താ sin x plus cos x കണ്ടോളൂ. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാ sin x എന്ന് വേണേ, sin x by cos x ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ +1. ഇവിടെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, sin x by cos x മൈനസ് cos x by cos x 1 എന്ന് കിട്ടും. എന്താണ് sin x by cos x? വിച്ച് ഇസ് tan x. tan x plus 1 by tan x minus 1 എന്ന് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ? എന്താ tan x-ൻ്റെ വാല്യൂ? 3/4. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 3/4 plus 1 by 3/4 minus 1 ഈക്വൽ ടു 7/4 by minus 1/4 വിച്ച് ഇസ് -7 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത്, ഇഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു π/4 then show that 1 plus tan x into 1 plus tan y equal to 2. Hence deduce the value of tan π/8. എന്ത് ചെയ്യും നോക്കാം. എക്സ് പ്ലസ് വൈ π/4 ആണെങ്കിൽ എന്താണ് tan x പ്ലസ് വൈ? വിച്ച് ഇസ് tan π/4. കറക്റ്റ് അല്ലേ? എന്താ tan π/4ൻ്റെ വാല്യൂ? tan π/4ൻ്റെ വാല്യൂ എന്താണ്? tan π/4 ഈസ് 1. ശരിയല്ലേ? അപ്പം എന്ത് വരും? tan x പ്ലസ് വൈ നമുക്കറിയാം ഫോർമുല, tan x പ്ലസ് tan y ബൈ 1 മൈനസ് tan x ഇൻറ്റു tan y ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതൊന്ന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. എന്ത് വരും? വിച്ച് ഈസ് tan x പ്ലസ് tan y ഈക്വൽ ടു 1 ഇൻറ്റു ദിസ് 1 മൈനസ് tan x tan y. ടേക്ക് ദിസ് മൈനസ് tan x tan y ടു ദിസ് സൈഡ്. അപ്പം എന്ത് വരും? tan x പ്ലസ് tan y പ്ലസ് tan x ഇൻറ്റു tan y ഈക്വൽ ടു 1 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ അല്ലേ? ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? 1 പ്ലസ് tan x ഇൻറ്റു 1 പ്ലസ് tan y ഈക്വൽ ടു 2. അപ്പം എന്താണ് 1 പ്ലസ് tan x ഇൻറ്റു 1 പ്ലസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് tan x പ്ലസ് tan y പ്ലസ് tan x ഇൻറ്റു tan y ഇല്ലേ? എന്താണ് tan x പ്ലസ് tan y പ്ലസ് tan x ഇൻറ്റു tan y? ഇതിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? 1 എന്ന്. സോ ഇതിവിടെ 1 എന്ന് കൊടുക്കുക, ദെൻ 1 പ്ലസ് 1 2 എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇത് ഈ ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ കൂടെ ഹെൻസ് ഡെഡ്യൂസ് ദ വാല്യൂ ഓഫ് tan π/8. എന്താ ഈ π/8? π/4ൻ്റെയും പകുതിയാണ് π/8 അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക് അടുത്ത പേജ്. നോക്കോളൂ, എക്സിനും വൈക്കും π/8 കൊടുത്തേ. എക്സിനും വൈക്കും π/8 ഇവിടെ. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്തായി? π/8 പ്ലസ് π/8 π/4 ആണ് അല്ലേ? π/8ഉം π/8ഉം കൂട്ടിയാൽ 2π/8 ദാറ്റ് ഈസ് π/4. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ π/4 ആണെങ്കിൽ 1 പ്ലസ് tan x ഇൻറ്റു 1 പ്ലസ് tan y 2 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എക്സിനും വൈക്കും π/8 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയാൽ π/4 ആവുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? വിച്ച് ഈസ് 1 പ്ലസ് tan x ഇൻറ്റു 1 പ്ലസ് tan y ഈക്വൽ ടു 2. ദെൻ ഇവിടെ എക്സിനും വൈക്കും π/8 എന്ന് കൊടുത്തേ. 1 പ്ലസ് tan π/8 ഇൻറ്റു 1 പ്ലസ് tan π/8 ഈക്വൽ ടു 2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? എന്താ 1 പ്ലസ് tan π/8 ഇൻറ്റു 1 പ്ലസ് tan π/8?
which is 1 plus tan pi by 8 whole square equal to 2. Therefore, what is tan 1 plus tan pi by 8? Which is root 2. Now, that tan pi by 8, which is root 2 minus 1. This is നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Okay, that's an important problem. Previous question ആണ്, ശ്രദ്ധിക്കുക. അടുത്ത പ്രോബ്ലത്തിൽ show that tan x into tan 2x into tan 3x equal to tan 3x minus tan 2x minus tan x. എന്താണ്? ഇതൊരു സ്ഥിരം ചോദ്യമാണ്, സ്ഥിരം എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഈസിയാണത്. എന്താ ചെയ്യുക നമ്മൾ? സ്റ്റാർട്ട് വിത്ത് tan 3x. എന്താ tan 3x? tan 2x plus x. എന്താ tan 2x plus x? tan a plus b. എന്താ tan a plus b? tan a plus tan b by 1 minus tan a tan b. കറക്റ്റ് അല്ലേ? ദെൻ ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിനോമിനേറ്റർ എന്ത് വരും? വിച്ച് ഈസ് tan 3x into 1 minus tan 2x into tan x equal to tan 2x plus tan x. ഇത് കംപ്ലീറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. tan 3x into 1 മൈനസ് എന്താ വരിക? tan 3x into tan 2x into tan x equal to tan 2x plus tan x. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ മൈനസ് tan 3x into tan 2x into tan x റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടും പ്ലസ് tan 2x into പ്ലസ് tan x ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടും കൊണ്ടുവരൂ. അപ്പോൾ എന്താ വരിക? tan 3x മൈനസ് tan 2x മൈനസ് tan x ഈക്വൽ ടു ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് tan 3x into tan 2x into tan x എന്ന് കിട്ടും. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? നോക്കിയേ, കറക്റ്റ് അല്ലേ? സോ ദാറ്റ്സ് എൻ ഈസി വൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അടുത്ത പ്രോബ്ലത്തിലോട്ട്. Prove that cos 7x plus cos 5x by sin 7x minus sin 5x equal to cot x. എന്ത് ചെയ്യാം? യെസ്, ന്യൂമറേറ്റർ cos c plus cos d അപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ sin c minus sin d അപ്ലൈ ചെയ്യുന്നു. എന്താ cos c plus cos d? c plus c, c plus c 2cc. ശരിയല്ലേ? നോക്കാം. c plus c 2cc ആണ്. ദാറ്റ് ഈസ് 2 cos 7x plus 5x by 2 അല്ലേ ഇൻറ്റു cos 7x minus 5x by 2. ഇത് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ വാട്ട്? sin c minus sin d. എന്താ? s minus s 2cs അല്ലേ? അപ്പോൾ ബൈ എന്ത് വരും? 2 cos c plus d by 2 sin c minus d by 2. കറക്റ്റ് അല്ലേ? ഓക്കെ, യെസ്. ഇവിടെ എന്താ? 2 ക്യാൻസൽ ആവും, ഈ cos ക്യാൻസൽ ആവും, ബാക്കി എന്താ വരിക? cos 7x minus 5x 2x by 2 x cos x by sin x എന്ന് ബാക്കി വരും. ദാറ്റ് ഈസ് cot x. സിമ്പിളാണ്. ഓക്കെ, യെസ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കുക. ഇത് ഇത്തരം ക്വസ്റ്റ്യൻസ് മിക്കവാറും വർഷങ്ങളും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇതിൻ്റെ സം ഓഫ് 3 ഫംഗ്ഷൻ്റെ സം ഓഫ് 2 ഫംഗ്ഷൻ്റെ. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. ഷോ ദാറ്റ് cos pi by 4 plus x plus cos pi by 4 minus x equal to root 2 cos x. root 2 cos x എന്ത് വരും? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എന്താണ് cos a plus b പ്ലസ് cos a minus b? cos a plus b എന്താ? cos a cos b minus sin a sin b. കറക്റ്റ് അല്ലേ? എന്താണ് cos a minus b? cos a cos b plus sin a sin b. ഇവിടെ തന്നെ മൈനസ് sin pi by 4 sin x ഉം പ്ലസ് sin pi by 4 sin x ക്യാൻസൽ ആയി. ഇത് രണ്ടും അല്ലേ? ബാക്കി ഈ രണ്ട് ടേമേ ഉണ്ടാവുള്ളൂ. അത് ലൈക്ക് ടേം ആണ്. ആഡ് ചെയ്യുക. ഇറ്റ് ഈസ് 2 cos pi by 4 cos x എന്ന് കിട്ടും. സോ വാട്ട് ഈസ് cos pi by 4? വിച്ച് ഈസ് 1 by root 2. cos 45 അല്ലേ? ദാറ്റ് ഈസ് 2 into 1 by root 2 into cos x. ഓക്കെ, ദെൻ വാട്ട് ഈസ് 2 by root 2? ദാറ്റ് ഈസ് root 2 cos x. യെസ്, ഇതൊരു 3 മാർക്സിൻ്റെ ക്വസ്റ്റനിൽ പെടുന്നതാണ്, ശ്രദ്ധിക്കുക. അടുത്ത പ്രോബ്ലത്തിലോട്ട്. പ്രൂവ് ദാറ്റ് cos 4x equal to 1 minus 8 sin square x into cos square x. ഇത് 2019 ചോദിച്ച ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കുക. എന്താണ് cos 4x? ഇത് മൾട്ടിപ്പിൾ ആംഗിളായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലാക്കുക. cos 4x അല്ലേ? എന്താ cos 4x? വിച്ച് ഈസ് cos 2 times 2x. എന്ത് ചെയ്യാം? cos 2 theta ഫോർമുല അപ്ലൈ ചെയ്യാം. 2 theta, cos 2 theta. വാട്ട് ഈസ് cos 2 theta? വിച്ച് ഈസ് 2 cos square theta. സോ അല്ലേ, ഈ ടൈപ്പിലാണ് അല്ലേ ഏതാ ഫോർമുല ഉപയോഗിക്കേണ്ടത്?
2 cos square theta minus 1 അല്ല 1 minus 2 sin square theta. കാരണം നമുക്ക് എക്സ്പ്രഷൻ കിട്ടേണ്ടത് എന്താണ് 1 minus സംതിങ് ആണ്. അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ചാൽ മതി 1 minus 2 sin square theta. ഓക്കെ അല്ലേ? സോ എന്താണ് sin 2 theta sin 2x? sin 2x 2 sin x cos x ആണ്. അപ്പോൾ എന്ത് ചെയ്യും? which is 1 minus 2 into sin 2x 2 sin x cos x whole square. ഓക്കെ, ഇനി ഇതിനൊന്ന് സ്ക്വയർ ചെയ്തോ. that is 1 minus 2 into 2 square 4 into sin square x into cos square x, which is 1 minus 8 sin square x into cos square x എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് cos 3x plus cos 7x minus cos 2x by sin 7x minus sin 3x minus sin 2x equal to cos 2x is an important problem. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ സം ഓഫ് 2 ഫംഗ്ഷൻ 3 ഫംഗ്ഷൻ്റെ ഒക്കെ ഇതുപോലെ ചോദിക്കും. ശരിക്ക് ശ്രദ്ധിച്ച് ചെയ്യും. ഓക്കെ, ആദ്യം ഇത് ഏതൊക്കെ 2 ടേം ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെയാണ് നല്ലത്? സ്മോളസ്റ്റും ഇവിടെ 7x-ഉം 3x-ഉം 7x-ഉം 2x-ഉം ഗ്രൂപ്പ് ചെയ്താൽ എന്ത് ചെയ്യാം? 7x plus 2x 9x by 2 ഫ്രാക്ഷൻ വരും. അതുകൊണ്ട് ഫ്രാക്ഷൻ വരാത്ത രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ sin 7x plus cos 3x cos 7x plus cos 3x minus cos, അതുപോലെ sin 7x minus sin 3x minus sin 2x. what is cos c plus cos t? അതുപോലെ what is sin c minus sin t? what is cos c plus cos d? c plus c 2cc അല്ലേ? സോ അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2 cos 7x plus 3x by 2 that is 5x into cos 7x minus 3x by 2 that is 2x minus cos 2x by sin c minus sin d is 2 cos c plus d by 2 that is 5x into sin c minus d by 2 that is 2x minus sin 2x. ഇവിടെ ന്യൂമറേറ്ററിൽ cos 2x കോമൺ ആണ്, ഡിനോമിനേറ്ററിൽ sin 2x കോമൺ ആണ്. സി ലൈക്ക് ദിസ്. ഓക്കെ അല്ലേ? ബാക്കി 2 cos 5x minus 1 ഡിനോമിനേറ്ററിൽ sin 2x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 2 cos 5x minus 1. now 2 cos 5x minus 1 ക്യാൻസൽ ചെയ്യുന്നു, which is cos 2x by sin 2x that is cot 2x. ഓക്കെ, അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, show that tan pi by 4 plus x by tan pi by 4 minus x equal to 1 plus tan x whole square by 1 minus tan x whole square. ഓക്കെ, എന്ത് ചെയ്യാം? tan pi by 4 plus x tan a plus b അപ്ലൈ ചെയ്യുന്നു. ഇവിടെയോ tan a minus b അപ്ലൈ ചെയ്യുന്നു. സോ tan pi by 4 plus x എന്ത് വരും? which is tan pi by 4 plus tan x by 1 minus tan pi by 4 tan x. that is tan a plus tan b by 1 minus tan a tan b. ഇതാണ് tan pi by 4 plus x by എന്താ tan a minus b? it is tan a minus tan b by 1 plus tan a tan b എന്ന് വരും. what is tan pi by 4? 1 ആണ്. ശരിയല്ലേ? അപ്പം എന്ത് വരും? it is 1 plus tan x by 1 minus 1 into tan x. that is 1 plus tan x by 1 minus tan x by this is 1 minus tan x by 1 plus tan x. correct അല്ലേ? okay, yes. now it is 1 plus tan x by 1 minus tan x by 1 minus tan x by 1 plus tan x. so this into reciprocal of this multiply ചെയ്യുന്നു, it become 1 plus tan x by 1 minus tan x whole square. ഓക്കെ, അതന്നല്ലേ കിട്ടേണ്ടത്? യെസ്. സോ ഈസിയാണ്, ശ്രദ്ധിക്കുക. അടുത്ത പ്രോബ്ലം. ഷോ ദാറ്റ് cos x plus cos y whole square plus sin x plus sin y whole square equal to 4 cos square of x minus y by 2. എന്ത് ചെയ്യും? ഇവിടെയും ഇതിനാണ് cos c plus cos d അപ്ലൈ ചെയ്യുക, ഇവിടെയും sin c plus sin d അപ്ലൈ ചെയ്യാം. എന്ത് വരും നോക്കാം? cos x plus cos y whole square plus sin x plus sin y whole square is cos c plus cos d എന്താണ്? 2 cos c plus d by 2 cos c minus d by 2. അതായത് cos x plus y by 2 into cos x minus y by 2 whole square. അതുപോലെ sin c plus sin d 2 sin c plus d by 2 cos c minus d by 2 അതാണ് അപ്ലൈ ചെയ്യുക whole square അല്ലേ? യെസ്. 2 sin x plus y by 2 cos x minus y by 2 whole square ആണ്. then square ചെയ്യുക. 2 square 4 cos of this square cos square x plus y by 2. this is cos square x minus y by 2. see ശരിയല്ലേ? അതുപോലെ 2 square 4 sin x plus y by 2 square sin square x plus y by 2 cos x minus y by 2 square cos square x minus y by 2. what is common factor? common factor is 4 common ആണ്.
അതുപോലെ cos square x minus y by 2 ഇതാ ഇവിടെയും കോമൺ ആണ്. ടേക്ക് ഔട്ട് സൈഡ്. ബാക്കി എന്താ വരിക? ഇറ്റ് ഈസ് cos square x plus y by 2 plus sin square x plus y by 2. So this is equal to ഇതെന്താണ്? cos square theta plus sin square theta from that is 1. So 4 cos square x minus y by 2. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ? അതാണ് പ്രോബ്ലം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, show that sin 5x minus 2 sin 3x plus sin 5x sin x by cos 5x minus cos x equal to tan x. ഓക്കെ, എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂമറേറ്റർ ഒന്ന് ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. ബെറ്റർ sin 5xും sin xും അല്ലേ ഒന്ന് ഗ്രൂപ്പ് ചെയ്താൽ sin 5x plus sin x minus 2 sin 3x by cos 5x minus cos x, that is equal to ഇതാ sin c plus sin d അല്ലേ 2 sin c plus d by 2 5x plus x 6x by 2 5x minus x 4x by 2x minus 2 sin 3x by cos c minus cos d minus 2 sin c plus d by 2 into sin c minus d by 2. Okay അല്ലേ? Then numerator, what is a common factor? അവിടെ 2 sin 3x കോമൺ ആണ്. കറക്റ്റ് അല്ലേ? യു ടേക്ക് 2 sin 3x as a common factor. ബാക്കി cos 2x minus 1 all divided by minus 2 sin 3x into sin 2x എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? Now sin 3x cancelled, 2 cancelled. ബാക്കി വരുന്നത് എന്ത് വരും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതുപോലെ cos 2x minus 1 that is equal to എന്താ വരിക? cos 2x minus 1 by minus sin 2x. So നെഗറ്റീവ് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ it become 1 minus cos 2x by sin 2x എന്നായിട്ട് മാറും. What's the formula of 1 minus cos 2x? Which is 2 sin square x and sin 2x 2 sin x cos x. Okay അല്ലേ? ഇതിൽ 2 ക്യാൻസൽ ആയി, ഒരു സൈൻ ക്യാൻസൽ ആവുന്നു, sin x by cos x tan x എന്ന് കിട്ടുന്നു. ഓക്കെ, യെസ്, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത്തരം പ്രോബ്ലം ശ്രദ്ധിക്കുക. കഴിഞ്ഞ 3 പ്രോബ്ലമായി നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും നമുക്ക് എക്സാമിന്. അടുത്തത്, prove that cos 9x minus cos 5x by sin 17x minus sin 3x equal to minus sin 2x by cos 10x. ഇത് കഴിഞ്ഞ വർഷം 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ലിമിറ്റിൽ ഒരു ചോദ്യം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 ഓഫ് ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, ആദ്യം ഇത് പ്രൂവ് ചെയ്യാം നമുക്ക്. എങ്ങനെയാണ്? സെയിം നമ്മൾ നേരത്തെ ചെയ്ത രീതി തന്നെ cos c minus cos d sin c minus sin d ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാം അല്ലേ? അപ്ലൈ ചെയ്യൂ cos c minus cos d. It is minus 2 sin c plus d by 2 into sin c minus d by 2 formula. Sin c minus sin d is 2 cos c plus d by 2, that is 2 cos 10x into sin c minus d by 2 sin 7x. ഇതിൽ sin 7x ക്യാൻസൽ, 2 ക്യാൻസൽ, ബാക്കി മൈനസ് sin 2x by cos 10x. അത് തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈസി ആയിട്ട് കിട്ടി. 2 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇനി ചെയ്യേണ്ടത് ഈ ലിമിറ്റ് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ്. അപ്പോൾ ഈ എക്സ്പ്രഷന് പകരം നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അത് കൊടുക്കുക. എന്താ പറയുക? ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 ഓഫ് ദിസ് എക്സ്പ്രഷൻ ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 0. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്ന മൈനസ് sin 2x by cos 10x എന്നാണ്. ഡയറക്റ്റ് എക്സിന് 0 കൊടുത്തു നോക്കി. ഇഫ് ഇറ്റ് 0/0 ആണെങ്കിൽ നമുക്ക് മറ്റു മെത്തേഡുകൾ അപ്ലൈ ചെയ്യേണ്ടി വരും. നോക്കാം. വെൻ x equal to 0 it becomes sin 0. വെൻ x equal to 0 it becomes cos 0. എന്ത് വരും? ഇറ്റ് ഈസ് sin 0 by cos 0. sin 0 0, cos 0 1 ആണ്. സോ 0/1 ഇറ്റ് ഈസ് 0 എന്ന് വരും. 0 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, that's end of the first session. The next session trigonometry continues. ഇനി നമുക്ക് ട്രിഗണോമെട്രിയിൽ സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രി ഇക്വേഷൻ, സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ്, അതിൽ ലോ ഓഫ് സൈൻ, ലോ ഓഫ് കൊസൈൻ, ലോ ഓഫ് ടാൻജൻസ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്കതൊക്കെ ഉൾപ്പെടുത്താം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. യു ക്യാൻ ആസ്ക് ഡൗട്ട്സ്. താങ്ക് യു.